further ado, let's commence our event, starting with the welcome speech. ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗിരീഷാണ്. നമ്മൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത് ലാസ്റ്റ് സൺഡേ 26 അക്വ ക്രോസ് വാട്ടർ സ്പോർട്സ് റാലി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കോട്ടയം രാമവർമ്മ ക്ലബും വരുണും വീട്ടുള്ളു റേസിംഗ് സൊല്യൂഷൻ അവർ കൂടി ഓർഗനൈസ് ചെയ്ത് നടത്തിയ ഒരു അക്വ റാലിയുടെ ഭാഗമായിട്ടുള്ള കുറച്ച് വീഡിയോസാണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളങ്ങനെ വിചാരിതമായിട്ട് അവർ പോയപ്പോൾ ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് കയറിയതാണ്. നല്ലൊരു ഇവൻ്റ് ആയിരുന്നു. അവർ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. അതിൽ തന്നെ നമുക്ക് 40 HP ടു 200 HP എബോവ് വരെയുള്ള 6 കാറ്റഗറി ബോട്ടുകളാണ് അന്ന് അവിടെ മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മൾ ആദ്യത്തെ ഒരു 40 HP റേസിൻ്റെ ഫിനിഷിങ് വരെ നിന്നുള്ളൂ. അധികം ബോട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും അത് ഒരെണ്ണം മാത്രം നമ്മൾ കണ്ടിട്ട് പോകുന്നായിരുന്നു. നമ്മുടെ ഓഫ് റോഡൊക്കെ ചെയ്യുന്ന സാം കുര്യൻ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഒരു ഇവൻ്റ് ആയിരുന്നു. നമ്മളത് ഫിനിഷ് ചെയ്യാൻ നിന്നില്ല, വേറെ ഒരു പരിപാടി വാഗമണ്ണും പോകാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മളത് കണ്ടിട്ട് പതുക്കെ പോകുന്നായിരുന്നു. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അപ്പോൾ അവർ ബോട്ട് എല്ലാവരും ഒരു ട്രയൽ റണ്ണൊക്കെ പോകുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഓരോ കാറ്റഗറി ഉണ്ടായിരുന്നത്. അതിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് ഈ RNT സാം കുര്യൻ അവർക്കായിരുന്നു. അതിൽ നമുക്ക് ഈ 40 HP ഏറ്റവും ഒരു ചെറിയ ബോട്ട് ഉണ്ടായിരുന്നു. അവർ ഭയങ്കര സ്പീഡിൽ ഒക്കെ, അതായത് മറ്റുള്ള ബോട്ടുകളെ അപേക്ഷിച്ച് അവർ നല്ല മൂവ്മെൻ്റ്. ഈ ചെറിയ ബോട്ടായതുകൊണ്ടാണ് തോന്നുന്നു അവർ കൺട്രോൾ ഇതേ പോകുന്നതാണ് ഏറ്റവും ചെറിയ ബോട്ട് ഉണ്ടായിരുന്ന കൂടുതൽ. പക്ഷേ ആദ്യം സ്പീഡായിരുന്നു. അതിലവർ സെക്കൻഡ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളതൊക്കെ കണ്ട് എല്ലാ ബോട്ടുകളും എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെ ഒരു ബോട്ട് റേസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അവർ കുറച്ച് ആ ട്രയൽ റണ്ണിൻ്റെ ഇടയിൽ ഒരു ചെറിയ സ്റ്റണ്ടൊക്കെ കാണിക്കുക, ഒരു ജെക്സി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഉച്ചയോടുകൂടി നമ്മളവിടെ നിന്ന് ഇറങ്ങി. നല്ലൊരു എന്താ പറയുക, ഇവർ ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി അത് കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും നമ്മുടെ എറണാകുളത്തുനിന്നും ട്രിവാൻഡ്രത്തുനിന്നും എല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ബോട്ട് ഏകദേശം എനിക്ക് തോന്നുന്നത് ഞാനൊരു ആളായിട്ട് സംസാരിച്ചപ്പോൾ ഏറ്റവും ചെറുതല്ല, പുള്ളിയുടെ 110 HP ഒരു ബോട്ടായിരുന്നു. അത് തന്നെ ഏകദേശം ഒരു 14 lakhs വരുമെന്ന് നമ്മൾ പറഞ്ഞ ബോട്ട്. ഇതാണ് ഫസ്റ്റ് 40 HP വിൻ ചെയ്തത്. അതിൻ്റെ തൊട്ട് പുറകെ ഞാൻ ആദ്യം പറഞ്ഞിരുന്ന ആ ഒരു ചെറിയ ബോട്ടും വന്നിട്ടുണ്ടായിരുന്നു. അവരാണ് 40 HP സെക്കൻഡ് പ്ലേസ് ചെയ്തത്. എന്തായാലും അവരും ഒപ്പം ഒരു കുഞ്ഞു ബോട്ടാണെങ്കിൽ അത് വെച്ച് പിടിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് കോട്ടയത്ത് വന്നിട്ട് അലനെ പിക്ക് ചെയ്യണമായിരുന്നു. അലനെ പിക്ക് ചെയ്തപ്പോൾ നമ്മുടെ ആനവണ്ടിയും ഒരു ഓട്ടോക്കാരനായിട്ട് ഭയങ്കര തർക്കം. റോഡിൽ നടുക്ക് നിർത്തി. എന്താ ഇഷ്യൂ എന്നറിയില്ല. നല്ല ബ്ലോക്ക് ഉണ്ടാക്കി രണ്ടുപേരും കൂടി. അയാൾ മദ്യപിച്ചിട്ട് എന്തോ ഏണിയതാ. നമ്മൾ അങ്ങനെ പോകുമ്പോഴുള്ള വെള്ളച്ചാട്ടത്തിൽ അത്യാവശ്യം വെള്ളമൊക്കെ ആയി തുടങ്ങിയായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പതുക്കെ വാഗമൺ എത്തി. അവിടെ കുറച്ച് നേരം നിർത്തി ഒരു പീസ്ഫുള്ളായിട്ട് സ്ഥലത്ത് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് രാത്രി നമ്മൾ അവിടെ ഒരു റിസോർട്ടിൽ പോയായിരുന്നു. ഓറഞ്ച് വാലി, അതായത് നമ്മുടെ വാഗമണിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് നിൽക്കണം. അവിടെ നിന്ന് കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് ഡിന്നർ കഴിച്ചു. കുറച്ച് നേരം ഡാൻസൊക്കെ കഴിച്ച് ഞങ്ങൾ ചില്ല് ചെയ്ത്. നല്ല ക്ലൈമറ്റ് ആയിരുന്നു, നല്ല മിസ്റ്റി ആയിരുന്നു. അത്യാവശ്യം റെയിൻ ഉണ്ടായിരുന്നു, എന്നാലും വലിയ ബുദ്ധിമുട്ടിച്ചില്ലായിരുന്നു നമ്മുടെ മഴ. നമ്മൾ എത്തേണ്ട, നമുക്ക് ഇറങ്ങേണ്ട സ്ഥലത്ത് മഴ നന്നായി കുറവായിരുന്നു. ഒരു മഴക്കാലത്തിൻ്റെ മൺസൂൺ കാണാനായിട്ട് അങ്ങനെ പോയതാണ്. അപ്പോൾ അതൊക്കെ കണ്ട്
നമ്മൾ പോയ കുറച്ച് ഫോട്ടോസും അവിടെ ഒരു ആ റിസോർട്ടിൽ DJ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം നമ്മൾ എൻജോയ് ചെയ്തു. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. ഒരു എന്താ പറയുക, മഴയുണ്ട് എന്നാൽ കൂടിയും നമുക്കൊരു രസമുള്ളൊരു ആംബിയൻസ് ആയിരുന്നു. കുറേ കുട്ടികളൊക്കെ ഭയങ്കര ഡാൻസൊക്കെ ആയിരുന്നു. നമ്മളും കുറച്ച് നേരം ഡാൻസൊക്കെ കളിച്ച് ഞങ്ങൾ ഏകദേശം ഒരു 10-11 ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഒരു പോരുന്നത് നമ്മൾ മുട്ടം പൂഞ്ഞാറ് വഴിയായിരുന്നു. അവിടെ ആ റൂട്ടും നല്ല ബിസ്റ്റി ആയിരുന്നു. നന്ന തിരക്ക് കുറവാണ് ഇപ്പോൾ. എനിക്ക് തോന്നുന്നു സ്കൂള് വെക്കേഷനൊക്കെ തീരാറായതിൻ്റെ ആയിരിക്കും വലിയ കാര്യമായ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ബോട്ട് റേസ് കാണണമായിരുന്നു. അപ്പോൾ ആ കൂടെ ഒന്ന് വാഗമൺ കയറി പോകുന്നതാണ്. അപ്പോൾ അതൊന്ന് നിങ്ങളെയും കൂടി കാണിച്ചേക്കാമെന്ന് ഓർത്തു. ബോട്ട് റേസിൻ്റെ നമ്മൾ അത്ര പ്രിപ്പയർ ആയിട്ടൊന്നും പോയില്ലായിരുന്നു. ഒരു പോയപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. ഞാനപ്പോൾ ആ പോയ ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ ഇതിൽ താഴത്തെ ആഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് പുതിയ വീഡിയോസും ഒക്കെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. കുറച്ച് ട്രാവൽ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചേക്കണം. കുറച്ച് തിരക്കൊക്കെ കാരണം കുറച്ച് വീഡിയോസൊക്കെ ലാഗായിപ്പോയായിരുന്നു. എന്തായാലും ഇനി നമുക്ക് മാക്സിമം കുറച്ച് വീഡിയോസും യാത്രകളും ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അത്രേ ഉള്ളൂ. ബൈ.